ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. നമുക്കിന്നൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കിയാലോ? പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മാങ്ങാച്ചാർ. നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം, അപ്പോൾ തന്നെ കഴിക്കുകയും ചെയ്യാം. പിന്നെ അധിക ദിവസം സൂക്ഷിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഒരു മാങ്ങയിലോ രണ്ട് മാങ്ങയിലോ നമുക്ക് ഈ ഒരു അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇൻസ്റ്റന്റ് മാങ്ങാച്ചാർ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര മാങ്ങയിൽ വേണമെങ്കിലും അച്ചാർ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒരു മാങ്ങയിലാണ് അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഈ മാങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അച്ചാർ ഉണ്ടാക്കാനായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് പറയാം കേട്ടോ, ഏത് വലിപ്പത്തിൽ കട്ട് ചെയ്യണം എന്ന് പറയാം. അപ്പോൾ നമ്മുടെ മാങ്ങ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വലിയ പീസുകളാക്കണ്ട, നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഉപ്പാണ്. അത്യാവശ്യം ഉപ്പ് വേണം. അച്ചാർ എന്ന് പറയുമ്പോൾ എപ്പോഴും അറിയാം ഉപ്പ് കൂടുതലായിരിക്കും ഇത്തിരി. എന്താണെന്ന് വെച്ചാൽ എല്ലാ അച്ചാറിലും കുറച്ച് ഉപ്പ് കൂടുതലായിട്ട് നിന്നാലേ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്കിതൊരു 5 മിനിറ്റ് ഉപ്പ് മിക്സ് ചെയ്ത് വെക്കാം. 5 മിനിറ്റിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇൻസ്റ്റന്റ് അച്ചാറല്ലേ. അപ്പോൾ ഒരു 5 മിനിറ്റ് ഉപ്പ് മിക്സ് ചെയ്ത് ഇതുപോലെ മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് വേറെ കുറച്ച് കാര്യങ്ങളാണ്. എല്ലാം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. വേറെ പുറമേ നിന്ന് വേറെ ഒന്നും നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ ആവശ്യമില്ല. ഒരു മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് അച്ചാർ ഉണ്ടാക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഈ മാങ്ങയിൽ ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു പാൻ ചൂടാക്കി എടുക്കാം. പാൻ ചൂടാക്കി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ നമ്മുടെ മാങ്ങയിലേക്ക് ഉപ്പൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പാൻ ചൂടാക്കാം. അപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിക്കാം കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണയിൽ ഈ അച്ചാർ ചെയ്യരുത്, നല്ലെണ്ണയിൽ ചെയ്യുക. കുറച്ച് എണ്ണ വേണം. എന്താണെന്ന് വെച്ചാൽ അച്ചാറാകുമ്പോൾ കുറച്ചധികം എണ്ണ ഉപയോഗിച്ചാലേ മോശമായി പോവാതിരിക്കുള്ളൂ. അപ്പോൾ എണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള മാങ്ങാച്ചാറിൻ്റെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാറാണ്. എണ്ണ ചൂടായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് കടുക് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുകൊന്ന് പൊട്ടി തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ വീണ്ടും 1-2 കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പോവാണ്. ഒരു 1/4 ടീസ്പൂൺ കായം പൊടിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ആ ഉലുവപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർക്കുക. പിന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി എന്താണെന്ന് വെച്ചാൽ കരിഞ്ഞു പോകരുത്. നമ്മൾ മുളക് പൊടി ചേർക്കാൻ പോവാണ്. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. 1.5 ടീസ്പൂൺ. കളർ ഉണ്ടാവണമല്ലോ അച്ചാറിന്, അതുകൊണ്ട് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർക്കുകയാണ്. കറിവേപ്പില ചേർക്കുമ്പോൾ വേഗം തന്നെ നമ്മുടെ മുളക് പൊടി കരിഞ്ഞു പോവില്ല ലാസ്റ്റായിട്ട് ചേർക്കുമ്പോൾ. ഇനി നമുക്കിത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ഈ എണ്ണയും മുളക് പൊടിയും എല്ലാം മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു പാനിലേക്ക് തന്നെ കുറച്ച് വിനിഗർ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഒരു 2 ടീസ്പൂൺ വിനിഗർ. മാങ്ങയുടെ പുളി അനുസരിച്ച് വിനിഗർ അധികം ചേർക്കണോ കുറച്ച് ചേർക്കണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വറവിട്ട മിക്സ് ഇതിലേക്ക് ചേർത്തു. ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ വീണ്ടും എണ്ണയിൽ കുറച്ച് മുളക് പൊടി ചൂടാക്കി എടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. എരിവ് ആവശ്യത്തിന് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നുള്ള എരിവ് കുറവാണെങ്കിലുള്ള കാര്യം. ഇനി നമ്മൾ നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർക്കാൻ പോവാണ്, ശർക്കര. ഒരു 1 ടീസ്പൂൺ ശർക്കര ചേർത്തിട്ടുണ്ട്. ശർക്കര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഈ ഒരു അച്ചാർ നമുക്ക് പഴുക്കാൻ തുടങ്ങിയ മാങ്ങ ഉണ്ടല്ലോ, നന്നായിട്ട് ചെനച്ച് ഒരു മഞ്ഞ കളർ വന്ന് തുടങ്ങിയ മാങ്ങയിലും ചെയ്യാം, നല്ല പച്ച മാങ്ങയിലും ചെയ്യാം കേട്ടോ. 2 മാങ്ങയിൽ ചെയ്താലും ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഈ അച്ചാറിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ തന്നെ ഉപയോഗിക്കരുത്. രാവിലെ ഉണ്ടാക്കി വയ്ക്കുക, ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയമാകുമ്പോൾ. അപ്പോൾ ഇനി ഉപ്പും പുളിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പുളി കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും വിനീഗർ ചേർക്കേണ്ടി വരും. പക്ഷെ പുളിയും ശർക്കരയും ഒരുപോലെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു അച്ചാർ കറക്റ്റ് ചെയ്യേണ്ടത്. എരിവൊക്കെ ആവശ്യത്തിനുണ്ട്. ചെറിയൊരു പുളിയും വേണം, ചെറുതായിട്ടൊരു മധുരവും വേണം, കുറച്ച് ഉപ്പും വേണം. എരിവാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. ഞാൻ
ഞാൻ കുറച്ച് ശർക്കരയും ചേർത്തു കേട്ടോ. ഇനി കുറച്ച് ഒരു ടീസ്പൂണും കൂടി വിനിഗർ ചേർക്കുകയാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഗ്ലാസ് ബൗളുകളിലോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രങ്ങളിലോ ഉണ്ടാക്കുക കേട്ടോ. അതിന് ശേഷം നമ്മളൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി വയ്ക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് എടുത്ത് വയ്ക്കാം. ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയമാകുമ്പോൾ എടുത്ത് അച്ചാറും കൂട്ടി ചോറുണ്ണാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ മാങ്ങാച്ചാർ, ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാർ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളിങ്ങനെ ശർക്കരയൊക്കെ ചേർത്തിട്ട് മാങ്ങാച്ചാർ ഉണ്ടാക്കാറുണ്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ് മാങ്ങാച്ചാറിന്. നമ്മൾ സാധാരണ മാങ്ങാച്ചാറിൽ ശർക്കരയോ പഞ്ചസാരയോ ഒന്നും ചേർക്കാറില്ലല്ലോ. അപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.